ഓം ഹൈ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇനി ശ്ലോകം 9ഉം 10ഉം നോക്കാം നമുക്ക്. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ. ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിതം. ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിതം. അകീർത്തിസ്തേ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ. അകീർത്തിസ്തേ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ. ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമന. ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമന. ഇതിന്റെ അർത്ഥം നോക്കാം. ഇവിടെ ഭഗവാനെ കുറിച്ച് പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെയും ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കി പറയാണ്, എൻ്റെ രോഗം മാറ്റിത്തരാതെന്നാൽ ദുഷ്കീർത്തി ഉണ്ടാവുമല്ലോ ഗുരുവായൂരപ്പ എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭഗവാനെ ഭട്ടതിരിപ്പാട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറയുന്നത്. ഭഗവാൻ ഓർമ്മയുണ്ടാവില്ലേ? ഭക്തജനങ്ങളെ ഉണ്ടാവും. എങ്കിലും ഒരു ഭക്തൻ്റെ മനോവ്യഥ ഇതിൽ കൂടെ നമുക്കൊക്കെ കാണിച്ചു തരികയാണ്. മരുദ്ഗേഹാദീശ എന്നാ വിളിക്കുന്നത് ഗുരുവായൂരപ്പനെ. മരുദ്ഗേഹാദീശൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നർത്ഥം. മരുത്ത് എന്ന് പറഞ്ഞാൽ കാറ്റ്, ഗേഹം പറഞ്ഞാൽ വീട്, ഈശൻ അതിൽ വസിക്കുന്നവൻ ഗുരുവായൂരപ്പൻ. പല പല പര്യായ പദങ്ങളെ കൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ ഈ നാരായണീയത്തിലൂടെ നമുക്കൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഖലു പരാഞ്ജോപി സുഖിനോ, അങ്ങയുടെ പേരിൽ സ്നേഹമില്ലാതായിട്ട് വിമുഖന്മാരായിട്ട് ഇരിക്കുന്ന എത്രയോ ആളുകൾ സുഖത്തോടെ ഇരിക്കുന്നു ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ. എന്നാൽ ഞാൻ എപ്പോഴും സ്നേഹത്തോടു കൂടി അങ്ങയെ ആരാധിക്കുന്നു. വളരെയേറെ ഞാൻ സങ്കടപ്പെടുന്നുണ്ട് ഗുരുവായൂരപ്പ. ഇതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങ് ഭക്താപീഠവരതനല്ലേ ഭരത എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്തന്മാരുടെ എല്ലാ പീഠങ്ങളെയും ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നവനെ. അങ്ങ് പിന്നെ ഹംസദമന, ഹംസനെ വധിച്ചവനല്ലേ ഹേ ഗുരുവായൂരപ്പ. അങ്ങയ്ക്ക് ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടവരരുത് എന്നാ പറയുന്നത്. അതാണ് ഭക്തന്റെ ആ ഒരു ഹൃദയത്തിൻ്റെ വിശാലത, അല്ലെങ്കിൽ ഭക്തിയുടെ പാരമഗമ്യം ഒക്കെ പറയും. പരമതയിലെത്തുക, പരമഭക്തി എന്നൊക്കെ. തനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, പക്ഷേ താൻ ആരാധിക്കുന്ന ആ ഭഗവാന് ഒരു ദുഷ്കീർത്തി അല്ലെങ്കിൽ ദുഷ്പേര്, ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ആൾക്കാർ മുഖം ചുളിക്കരുത് എന്നൊക്കെയാണ് ആ ഭക്തൻ പ്രാർത്ഥിക്കുക ഭഗവാനോട്. ആ പ്രാർത്ഥനയാണ് ഭട്ടതിരിപ്പാടിലൂടെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. ഭഗവാനെ ഭക്താപീഠവരപ്രദനല്ലേ അങ്ങ്, കംസനെ കൊന്നവരല്ലേ അങ്ങ്. കംസൻ എത്ര ബലശാലിയായിരുന്നു, അത്രയൊക്കെ ബലമാണോ എൻ്റെ രോഗത്തിനുള്ളത് എന്ന് ഈ അർത്ഥത്തിൽ ഭഗവാനോട് ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് എനിക്ക് ദുഷ്കീർത്തി ഉണ്ടാവും. ഗദഭാരം, ഗദ എന്ന് പറഞ്ഞാൽ രോഗം. എൻ്റെ രോഗമെല്ലാം, എൻ്റെ എല്ലാ രോഗങ്ങളെയും തീരെ മാറ്റിത്തരണം. പ്രശമയൻ എന്നാ പറയുന്നത്. ശമിപ്പിച്ച ഇനി വരാത്ത വിധത്തില് വേരോടെ അറുത്ത് വിടണം. ഇങ്ങനെ പറയാറില്ലേ, വേരോടെ അറുക്കുക എന്ന്. അതുപോലെ ഇനി രോഗങ്ങളെ വേരോടെ അറുത്ത് തരണം. ഇനി രോഗബാധയെ ഉണ്ടാവാൻ പാടില്ല ഗുരുവായൂരപ്പ. പാദരോഗമല്ല, ഒരു രോഗവും തന്നെ വരാൻ പാടില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ മുന്നിൽ. അത് മാറ്റിത്തന്ന് എത്രയും വേഗത്തിൽ ഝടിതി, വളരെ വേഗത്തിൽ ഭക്തോത്തംസം ഗുരു എന്നാ പറയുന്നത്. അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രേസരനായിരിക്കണം, അഗ്രഗണ്യനായിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക, വ്യാസ, അംബരീഷ, ശുകശൗനക, നാരദാദ്യാൻ എന്ന് തുടങ്ങുന്ന ഭീഷ്മദാദ്യാൻ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന പ്രഹ്ലാദനാണ്. അതുപോലെ എല്ലാവരും പറയണം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാരാ? ഭട്ടതിരിപ്പാട്, നാരായണ ഭട്ടതിരിപ്പാട് എന്നുള്ള പേര് എനിക്ക് വരണം. അങ്ങനെയുള്ള ഭക്തിയാണ് എനിക്ക് തരേണ്ടത്. അങ്ങനെയുള്ള ഭക്തി വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ
ഞാൻ രോഗപീഠയില്ലാത്തവനായി തീരും. അങ്ങനെ അങ്ങ് മാറ്റി തന്നില്ലെങ്കിൽ അങ്ങേക്കല്ലേ ദുഷ്കേര്. ചെ എന്തിനാപ്പൊ ഗുരുവായൂരപ്പനെയൊക്കെ ഭജിക്കുന്നത്? ഗുരുവായൂരപ്പന് ശക്തിയില്ല കേട്ടോ. ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ട് ഒരു കാര്യമില്ല. ഭട്ടതിരിപ്പാട് ഇത്ര താണ് കേട് കരഞ്ഞ് പറഞ്ഞിട്ടും ഭഗവാൻ ഭട്ടതിരിപ്പാടിനെ രോഗം മാറ്റി കൊടുത്തില്ലല്ലോ. എന്നങ്ങയുടെ ശക്തിയെക്കുറിച്ച് അറിയില്ലാത്തവർ ലോകരൊക്കെ എങ്ങനെ പാഴ്വാക്കുകളെ കൊണ്ട് എങ്ങനെ ദുഷിക്കുമല്ലോ ഗുരുവായൂരപ്പാ. ദുഷ്കീർത്തി അങ്ങേക്ക് വരരുത് വരരുത് എന്നാണ് ഭക്തോത്തമനായിട്ടുള്ള ഭാഗവതോത്തമനായിട്ടുള്ള ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന അങ്ങേയറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെയൊക്കെ താഴുകയാണ് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ അപേക്ഷ ഗുരുവായൂരപ്പൻ കേൾക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെയാണ് പറയുന്നത്. വളരെ സഖ്യഭാവത്തിലാണ് ഈ പ്രാർത്ഥന പറയുന്നത്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തിന് എന്തെങ്കിലും ഒരു കേട് ഒരു ദുഷ്കീർത്തി വന്നാൽ നമുക്ക് കൊണ്ട് താങ്ങാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഇവിടെ ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് അങ്ങേയറ്റം സഖ്യഭാവത്തിൽ ഒരു സ്നേഹിതന്റെ പ്രാണസഹിതൻ മിത്രം സുഹൃത്തിന്റെ ഭാവത്തിൽ ഭഗവാനോട് പറയുന്നത്. ഇന്ന് ഭഗവാനെ അതുകൊണ്ട് കംസനെ കൊന്നതുപോലെ എൻ്റെ രോഗങ്ങളെ കൊന്നുതരണേ എന്ന പ്രാർത്ഥനയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. ഇനി അവസാനത്തെ ശ്ലോകത്തിൽ ഭട്ടതിയുടെ തീരുമാനം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അങ്ങനെ തെളിച്ച് പറയുകയാണ് ഭട്ടതിരിപ്പാട്. എന്താ പറയുന്നത്? 9ാമത്തെ ശ്ലോകത്തിൽ ഒരു 1-2 തലങ്ങൾ മാത്രമേ പദം മുറിക്കാനുള്ളൂ. അത് നോക്കാം. വരുഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിതം അകീർത്തിസ്തേ മാഭൂദ്വരദ ഉണ്ടാവും. അവിടെ മാഭൂത് വരദ എന്ന് വായിക്കണം. എല്ലാവരും മാഭൂദ്വരദ എന്ന് വായിക്കുക. അങ്ങനെ വായിച്ചാൽ ആ ഭഗവാനുള്ള ആ ഭക്തിയോ ആ സമീപനമോ നമുക്ക് കിട്ടില്ല. വരദ എല്ലാ വരങ്ങളെയും വാരിക്കോരി തരുന്നവനേ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ വിളിക്കണം. ഗരഭാരം പ്രശമയൻ ഭഗവത് ഭക്തോത്തംസം ഝടിതി ഗുരുമാം കംസദമന. ഈ 10ാമത്തെ ശ്ലോകത്തിൽ എന്താണ് തൻ്റെ തീരുമാനം എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. കിമുക്തൈർ ഭൂയോപി കിമുക്തൈർ ഭൂയോപി സ്തവഹി കരുണ യാവതുദിയാത് സ്തവഹി കരുണ യാവതുദിയാത് അഹം താവദ്ദേവ അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥഫലപിതഃ പ്രഹിത വിവിധാർത്ഥഫലപിതഃ പുരഃ ക്ലിപ്തേ പാദേ പുരഃ ക്ലിപ്തേ പാദേ വരദ വരദ തവ നേഷ്യാമി ദിവസാൻ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം യഥാശക്തി വ്യക്തം നാതിനുതി നിഷേവ വിരചയൻ നാതിനുതി നിഷേവ വിരചയൻ. തൻ്റെ തീരുമാനം ഉറച്ച തീരുമാനം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഉണ്ണിക്കണ്ണനെ നോക്കിക്കൊണ്ട് പറയുന്നു. ഉണ്ണിക്കണ്ണൻ ആകെ അങ്ങനെ അന്താളിച്ച പോലെ നിൽക്കുന്നു. ഈ ഭട്ടതിരിപ്പാട് എന്താ പറയാൻ പോണം മനസ്സിലായില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ. ഭഗവാൻ മനസ്സിലാവാതിരിക്കുവോ? ഭഗവാനല്ലേ വാക്കുകളൊക്കെ എടുത്തു കൊടുക്കുന്നത് അല്ലേ? എന്നാലും ആ ഉണ്ണിയുടെ ഭാവം ഇങ്ങനെയായിരുന്നു എന്ന് ഭക്തന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. കിമുക്തൈർ ഭൂയോഭി തവഹി കരുണായാവതുരിയാത്. ഞാൻ എന്തിനാ ഗുരുവായൂരപ്പ വളരെയധികം പറയുന്നത്? ഭക്താഭീഷ്ടങ്ങൾ അഭീഷ്ടനല്ലേ അവിടുന്ന്. എല്ലാ അഭീഷ്ടങ്ങളിൽ നിൽക്കുന്ന ഭഗവാനെ അങ്ങയുടെ കരുണ ഉണ്ടാകുന്നത് വരെ ഞാൻ പലവിധം ആപരാധികളൊക്കെ പറഞ്ഞു. ഈ ദശകത്തിൽ 9 ശ്ലോകം വരെ ആപരാധികളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ആപരാധി എന്നും പറയില്ല കേട്ടോ. അതൊക്കെ ഞാൻ വിട്ടു. എന്നിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ പുരക്കൃത്തെ പാതെ എൻ്റെ മുമ്പിലുള്ള അങ്ങയുടെ തൃപ്പാദത്തിൽ യഥാശക്തി നതിനുതി നിഷേവ കഴിവ് പോലെ നമസ്കാരം സ്തുതി ഭജനം എന്നിവ ചെയ്തുകൊണ്ട് ദിവസാന്വേഷ്യാമി വ്യക്തം ദിവസങ്ങളെ കഴിച്ചു കൂട്ടും. തീർച്ചയാണ് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് പറയുന്നു. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഭക്താഭീഷ്ട വരപ്രദനല്ലേ അങ്ങ് ഭഗവാനെ. അങ്ങയുടെ കരുണ ഉണ്ടാവുന്നത് വരെ ഞാൻ ഈ അപരാധി ഒന്നും പറയില്ല. ഇനി എന്ത് പറയും? അങ്ങയുടെ എൻ്റെ മുന്നിലുള്ള അങ്ങയുടെ തൃപ്പാദങ്ങളിൽ എല്ലാം എൻ്റെ കഴിവ് പോലെ എൻ്റെ ശരീരത്തിലെ ശക്തി പോലെ
നമസ്കാരം ചെയ്യും, സ്തുതി ചെയ്യും, ഭജനം ചെയ്യും. നതി നുതി നിഷേവ. നതി എന്ന് പറഞ്ഞാൽ നമസ്കാരം, നുതി എന്ന് പറഞ്ഞാൽ സ്തുതി, നിഷേവ പറഞ്ഞാൽ ഭജനം എന്നിവ ചെയ്തുകൊണ്ട് ഞാൻ ദിവസങ്ങളെ കഴിച്ചു കൂട്ടും. ഇത് തീർച്ചയാണ് ഗുരുവായൂരപ്പ, തീർച്ചയാണ്. രോഗം തരാനും ഭക്തി വർദ്ധിപ്പിച്ചു തരാനും കരുണയുണ്ടാവണേ എന്നാണ് ഈ ദശകത്തിൽ പ്രധാനമായിട്ട് ഭഗവതിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഭഗവാനോട് പറയാണ്, ഞാൻ ഇതുവരെ അവലാദിയൊക്കെ പറഞ്ഞു, ഇനി അവലാദി പറയില്ല. അപ്പൊ ഇവിടെ ഭക്തിയും അവലാദിയും തമ്മിലുള്ള വടംവലിയായിരുന്നുവല്ലോ, ഒരു മല്ലയുദ്ധമായിരുന്നുവല്ലോ, അല്ലെങ്കിൽ രോഗവും ഭക്തിയും തമ്മിലുള്ള മല്ലയുദ്ധം വടംവലിയായിരുന്നു. അവസാനം ജയിച്ചത് ഭക്തി തന്നെ ജയിച്ചില്ലേ എന്നാ പറയുന്നത്. അതുപോലെ ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ് മൃത്യുവിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് മുക്തി നേടാൻ ഭാഗവത ശ്രവണത്തിന് ഒരുങ്ങിയതുപോലെ ഇവിടെ ഭഗവതിപ്പാട് രോഗങ്ങളുടെയൊക്കെ ക്ലേശങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഭാഗവത കഥകളെ കീർത്തിക്കാൻ ഒരുങ്ങി എന്നാണ് പ്രസ്താവിക്കുന്നത്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത്, ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, 4 വിധ ഭക്തന്മാരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവത്ഗീതയിൽ. ഭഗവാൻ ആർത്തനായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖിതനായിട്ടുള്ള ഭക്തനാണ് ഭാഗവതത്തിലും നാരായണീയത്തിലും ആദ്യമായി അവതരിപ്പിച്ചത്. ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ്, നാരായണീയത്തിൽ ശ്രീമാൻ ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് ഈ ഗുരുവായൂരപ്പ, ഈ ഭാഗവത കഥകളെ ആവുന്ന വിധം അങ്ങയുടെ മുന്നിൽ ഞാൻ പാടും. എന്നെ കൊണ്ടാവുന്നത് പോലെ നമസ്കാരങ്ങൾ ചെയ്യും, എന്നെ കൊണ്ടാവുന്നത് പോലെ ഭജനമിരിക്കും ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഇത് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധമാണ്. ഈ 3 ദശകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പിച്ചത്. ഭാഗവതത്തെ ചുരുക്കിപ്പാടാം എന്നുള്ള ഒരു മനസാന്നിധ്യത്തോടു കൂടിയിട്ടാണല്ലോ ഭഗവാന്റെ മുന്നിലെത്തിയത് ഭട്ടതിരിപ്പാട്. അതിനുള്ള പ്രാരംഭമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മളും ദൃഢചിത്തത്തോടു കൂടിയിട്ട് എന്ത് വന്നാലും ശരി, എന്നെ കൊണ്ടാവുന്നത് പോലെ ആ ഭഗവാന്റെ നാമങ്ങൾ ഞാൻ പാടും, സ്തുതികൾ പാടും, നമസ്കാരം ചെയ്യും, പിന്നെ ഭജനമിരിക്കും, വ്രതാദികളൊക്കെ അനുഷ്ഠിക്കും എന്നുള്ള ദൃഢചിത്തതയോട് കൂടിയിട്ട് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ആ നാമയനായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചാൽ ഭട്ടതിരിപ്പാടൊക്കെ എങ്ങനെയാണ് 100ാമത്തെ ദിവസം രോഗമൊക്കെ മാറി സന്തോഷവാനായിട്ട് ആ ഭഗവാനെ സ്തുതിച്ചത്, അതുപോലെ നമുക്കും സ്തുതിക്കാറാവും എന്നാണ് നാരായണീയം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പാഠം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ ഭഗവാനെ സ്തുതിക്കാനും സ്മരിക്കാനും ഭജിക്കാനും ഒക്കെ ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭക്തജനങ്ങൾക്ക് വീണ്ടും വീണ്ടും എൻ്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുകയാണ്. ഹരി ഓം. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.